എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇരുന്നാ വൈകിപ്പോ. തന്നെയല്ല, നല്ല ക്ഷീണമുണ്ട്. അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പുതിയ മെഡിസിന്റെ സെഡേഷനാ. തൽക്കാലം പോവാതിരിക്കുന്ന നല്ലത്. അത്രയും ദൂരം തനിച്ച് കാർ ഓടിക്കണ്ടേ? അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അത് മാത്രമല്ല, അവിടെ അക്ഷരയും ശ്രുതിമോളും കാത്തിരിക്കും. ഓ, അങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ? ഞാനത് ഓർത്തില്ല. മാലുവിന് ആഗ്രഹമില്ലേ അവരെ പരിചയപ്പെടാൻ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു ദിവസം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ആരാണെന്ന് പറയും. ഫ്രണ്ട്. എന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ? അതറിയില്ല. പരിചയപ്പെടലൊന്നും വേണ്ട നിരഞ്ജൻ. അവർക്ക് താല്പര്യമുണ്ടെങ്കിലും എനിക്ക് താല്പര്യമില്ല. ഇടയ്ക്ക് ജയശങ്കർ എന്ന അധ്യാപകൻ വന്ന് വീണില്ലായിരുന്നെങ്കിൽ ഫ്രണ്ടെന്നായിരുന്നില്ലല്ലോ എന്നെ പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. ഒന്നിക്കാതിരുന്നത് നന്നായും തോന്നില്ലേ ഇപ്പോ? ഒരിക്കലും തോന്നുന്നില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിരഞ്ജന്റെ ഭാര്യയായിട്ടിരിക്കാൻ ആഗ്രഹിച്ചവളാ ഞാൻ. അത് നടന്നില്ല. അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും അല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മളൊന്ന് ആഗ്രഹിക്കും, വേറൊന്ന് കിട്ടും. എന്നെ മരുമകനായി കിട്ടിയപ്പോൾ എല്ലാം നേടിയെന്ന് ജയശങ്കർ സാറ് വിചാരിച്ചു കാണും. അതാണോ സംഭവിച്ചത്? അന്യന്റെ മുതൽ തട്ടിയെടുക്കുന്നവർക്ക് അല്ലെങ്കിലും ഇത് തന്നെയല്ലേ നിരഞ്ജൻ സംഭവിക്കാറ്? അങ്ങനെയുള്ളവർക്ക് അനുഭവയോഗം കിട്ടാറില്ലല്ലോ. നിരഞ്ജന്റെ അസുഖത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റി. തമ്മിൽ കാണുമെന്ന് പോലും അറിയാതെയാ ഞാൻ ഈ നഗരത്തിലേക്ക് തിരിച്ചു വന്നത്. ഇവിടെ വച്ച് ആദ്യം പരിചയപ്പെട്ട ആള് അത് നിരഞ്ജനായിരുന്നു. അതാണ് അത്ഭുതം. ഇതിന്നൊരു കാര്യം മനസ്സിലായില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. പ്രേമിക്കാനൊരു സമയം, പിരിയാനൊരു സമയം, വീണ്ടും കാണാനൊരു സമയം. പോട്ടെ, രാത്രി യാത്രയില്ല. പോണോ? പോണം. എനിക്ക് അക്ഷരയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ശ്രുതിമോളെ ഒട്ടും പറ്റില്ല. ഗുഡ് നൈറ്റ്. എന്നാ ശരി മാലു, ബൈ. ശരി. മലു, മലു, എന്തു പറ്റി? മലു, 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 മലു. എന്താ, എന്തു പറ്റി? ഒരു ചെറിയ തലകറക്കം. ഞാൻ കാരണം നിരഞ്ജന്റെ യാത്ര മുടങ്ങിയല്ലേ? അതൊന്നും സാരമില്ല. എന്താ ഇങ്ങനെ വരാൻ കാരണം? എനിക്ക് ലോ പ്രഷറുണ്ട്. ഇടയ്ക്ക് പ്രഷർ വല്ലാണ്ട് ഡൗൺ ആവും. അപ്പോൾ ഇതുപോലെ വരും. ഇത്രയേ ഉള്ളൂ? ഞാൻ പേടിച്ചുപോയി. ലോ പ്രഷറിന് ഒരു നാടൻ പൊടിക്കൈയുണ്ട്. ഇപ്പൊ തന്നെ ഞാനത് ശരിയാക്കി കൊണ്ടുവരാം. വേണ്ട, നിരഞ്ജൻ അതൊക്കെ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 2 മിനിറ്റ്, ഞാനിപ്പോ വരാം.
ഹലോ, ഇതാരാ? ആദ്യം വിളിച്ചയാൾ ആരാണെന്ന് പറയൂ, അതല്ലേ മര്യാദ. എനിക്ക് അദ്ദേഹത്തോടാ സംസാരിക്കേണ്ടത്. ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. അത് പറയാ, നീ ആരാ? ഞാൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. നിരഞ്ജനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ അറിയിച്ചോളാം. എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ഒരു ബ്രോക്കറുടെ സഹായം ആവശ്യമില്ല. എങ്കി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനിതുവരെ ആരും ചതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുറ്റബോധം തോന്നിയിട്ടുമില്ല. ഞാൻ ചതിച്ചു എന്നാണോ നീ പറയുന്നേ? എന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഞാൻ തലയിടാറില്ല. തിരിച്ചിങ്ങോട്ട് അത് ആര് ചെയ്താലും ഞാൻ അനുവദിച്ചു കൊടുക്കാറുമില്ല. ഞാൻ നിന്റെ ഫോണിലല്ല, എന്റെ ഭർത്താവിന്റെ ഫോണിലാണ് ഞാൻ വിളിച്ചത്. ഭർത്താവിന്റെ ഫോൺ എങ്ങനെയായിരിക്കും എന്റെ കയ്യിൽ വന്നത്? അതെന്താ അക്ഷരം ആലോചിക്കാത്ത? നീ എന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? ആരാരെയാ നശിപ്പിച്ചതെന്നൊക്കെ നിരഞ്ജനോട് ചോദിച്ചാ മതി.